ഹലോ മക്കളെ, സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മളുടെ SLC ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസസ് അഥവാ ലെൻസുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT പുറത്ത് വിട്ടേക്കുന്ന 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോയിൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ. ആദ്യം തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ 2 ടൈപ്പ് ലെൻസുകളാണ് പഠിക്കുന്നത്. അതിലൊന്നാമത്തെ ലെൻസാണ് കോൺവെക്സ് ലെൻസ്, അടുത്ത ലെൻസാണ് കോൺകേവ് ലെൻസ്. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ്. ഇനി ചിത്രങ്ങൾ നമുക്ക് അറിയുണ്ടാവും വിചാരിക്കുന്നു. ഈ രൂപത്തിലാണ് കോൺവെക്സ് ലെൻസ്, ഈ രൂപത്തിലാണ് കോൺകേവ് ലെൻസ് ആണല്ലോ. ഇനി എന്താണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത? കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് അഥവാ നമുക്ക് അല്ലാത്ത രൂപത്തിൽ എങ്ങനെ പറയാം? നിങ്ങൾക്കറിയാം ഫോക്കൽ ലെങ്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിങ്ങൾ വിചാരിക്കും. എനിക്കറിയാം, നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. സോ ഞാൻ പറയുന്ന ആദ്യത്തെ പ്രത്യേകത, ഇത് എന്തൊക്കെ ഇമേജ് ഉണ്ടാക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ടാക്കും. ഓക്കെ, മാത്രമല്ല എന്തുണ്ടാക്കും? വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജും ഉണ്ടാക്കും. വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജും ഉണ്ടാക്കും. എന്നാൽ കോൺകേവ് ലെൻസോ? കോൺകേവ് ലെൻസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ടാക്കില്ല. എന്തേ ഉണ്ടാക്കുള്ളൂ? വിർച്വൽ ആൻഡ് ഇറക്റ്റ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഓക്കെ, വിർച്വൽ ആൻഡ് ഇറക്റ്റ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇനി ഇവിടെ 2 ടൈപ്പായിട്ട് സൈഡ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തത് ഡിമിനിഷ്ഡ് ആയിട്ട് കാണാൻ പറ്റും. ഡിമിനിഷ്ഡ് ആയിട്ട് സൈസിനെ കാണാൻ പറ്റും. അതുപോലെ മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടും കാണാൻ പറ്റും അല്ലേ. മാഗ്നിഫൈഡ് ആയിട്ടും കാണാൻ പറ്റും. മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എൻലാർജ്ഡ് എന്നാണ് അർത്ഥം. നിങ്ങൾ ചിലപ്പോൾ എൻലാർജ്ഡ് എന്നാവും പഠിച്ചിട്ടുണ്ടാവുക. ആ രൂപത്തിൽ മനസ്സിലാക്കിയാലും പ്രശ്നമില്ല. ഓക്കെ, സോ എൻലാർജ്ഡ്. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്, എൻലാർജ്ഡ് എന്ന് പറഞ്ഞാൽ വലുതാണ് അല്ലേ. എന്നാൽ കോൺകേവ് ലെൻസോ? കോൺകേവ് ലെൻസ് ഡിമിനിഷ്ഡ് മാത്രമേ ഉണ്ടാക്കുള്ളൂ, എൻലാർജ്ഡ് ഉണ്ടാക്കില്ല. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള പ്രത്യേകതയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിൽ പവറും പോസിറ്റീവ് ആണ്, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെങ്കിൽ പവർ നെഗറ്റീവ് ആണ്. അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് ഈ 2 ലെൻസിൻ്റെ കേസസിൽ പറയാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ മനസ്സിലാവണം നമുക്ക് ആദ്യം തന്നെ. ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ഇമേജ് ഫോർമേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കണം. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ കുറച്ച് ഇക്വേഷൻസും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മളിവിടെ പഠിക്കുന്നത് ലെൻസ് ഇക്വേഷൻ ആണ്. ലെൻസ് ഇക്വേഷൻ ആണ്. ഓക്കെ ആണല്ലോ. സോ ലെൻസ് ഇക്വേഷൻ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കണ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ലെൻസ് ഇക്വേഷൻ എന്ന് പറയാം 1/f = 1/v - 1/u. ഓക്കെ, ഇതിനെയാണ് പറയാം. ഇവിടെ നമുക്ക് f = എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാം. അത് ഇങ്ങനെയാണ് uv/u - v. ഇവിടെ നമുക്ക് v = എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അതിങ്ങനെയാണ് uf/u + f. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുന്ന് u = എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. u = fv/f - v. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. 3 ഇക്വേഷൻസ് ഈ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി ഇത് കൂടാണ്ട് ഇനിയും ഇക്വേഷൻസ് ഇതിലുണ്ട്. അത് മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ്. ഓക്കെ, സോ മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ്. മാഗ്നിഫിക്കേഷൻ നമുക്ക് 2 ഇക്വേഷനാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ മാഗ്നിഫിക്കേഷൻ m = hi/ho. അടുത്തത് മാഗ്നിഫിക്കേഷൻ v/u. ഈ 2 ഇക്വേഷനാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്, മാഗ്നിഫിക്കേഷൻ. ഇനി ഒറ്റ കാര്യം കൂടെ നമുക്ക് ഇതിൽ അറിയാനുള്ളൂ, അത് പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പവറുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഒറ്റ ഇക്വേഷനുള്ളൂ, പവർ P = 1/. ഫോക്കൽ ലെങ്ത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഫോക്കൽ ലെങ്ത് കൊടുക്കുന്ന സമയത്ത് ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കണം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. കാരണം ഇത് മീറ്ററിൽ കൊടുക്കുമ്പോഴേ പവർ നമുക്ക് എന്തിൽ കിട്ടുള്ളൂ? ഡയോപ്റ്ററിൽ കിട്ടുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് ഈ അക്ഷരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്, വി എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്, യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, എം എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ ആണ്, എച്ച് ഐ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇമേജ് ആണ്, എച്ച് ഒ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്, വി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പി എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ലെൻസ് ആണ്, എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി അറിയാം.
ഇനി ഒരു കാര്യം കൂടെ അറിയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്ന് പറയുന്നത് അല്ലേ, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ 3 നിയമങ്ങളാണുള്ളത്. ഓക്കെ, ഇതറിയണം, 3 അറിയണം. ആദ്യത്തെ നിയമം അല്ലെങ്കിൽ ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞാൽ എല്ലാ അളവുകളും മെഷർ ചെയ്ത് തുടങ്ങേണ്ടത് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണെന്നാണ്. എന്താണ് ഒപ്റ്റിക് സെൻറ്റർ? ആലോചിച്ച് നോക്കൂ. ഇപ്പം ഇതാണ് നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസ്, അതായത് ലെൻസിൻ്റെ നടുവിലൂടെ പോകുന്നതാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാം. ഓക്കെ, സോ ഇതാണ് ഇപ്പോൾ ലെൻസ്, കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ. നടുവിലൂടെ പോകുന്ന ഈ ലൈനാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. ഇതിന് നടുക്കുള്ള ഈ ആളെ O എന്ന് വെച്ച് സൂചിപ്പിക്കും, അതാണ് ഒപ്റ്റിക് സെൻറ്റർ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടും കറക്റ്റ് ഒരേ ഡിസ്റ്റൻസിൽ ഒരാളുണ്ട്, അതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്, F വെച്ച് സൂചിപ്പിക്കും. ഇത് F ആണെങ്കിൽ ഇങ്ങോട്ട്, അതായത് ഇത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതേ 10 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എടുത്താൽ നമുക്ക് 2F കിട്ടും. ഓക്കെ, ഇത് 10 ആണെങ്കിൽ അതേ 10 ഇങ്ങോട്ട് ഇവിടെ നമുക്ക് 2F കിട്ടും. നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നൊക്കെ വിളിക്കും. ഓക്കെ, സോ ഒന്നാമതായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണ്, കാർട്ടീഷ്യൻ കൺവെൻഷൻ്റെ ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ എല്ലാ മെഷറും അളന്ന് തുടങ്ങേണ്ടത് ഈ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണ്. ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എവിടെയാ നോക്കൂ, ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നിന്നാണ്. അപ്പം അങ്ങോട്ടാണ് അളന്ന് തുടങ്ങിയെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടാണ്, ഇങ്ങോട്ടാണെങ്കിലും ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താണെന്നറിയോ, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എല്ലാ മെഷറും മെഷർ ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന എല്ലാ ആക്സും, അതായത് രണ്ടാമത്തെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസിഡന്റ് റേന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇൻസിഡന്റ് റേ എവിടുന്നാ വരിക എന്ന് നിങ്ങൾക്ക് അറിയണം. എവിടുന്ന? ഒബ്ജക്റ്റിൽ നിന്നാണ് വരിക. അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേയാണ് ഇൻസിഡന്റ് റേ എന്ന് പറയുക. ഇൻസിഡന്റ് റേന്റെ ഡയറക്ഷനിലോട്ട് എടുക്കുന്ന എല്ലാ അളവുകളും പോസിറ്റീവാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഉള്ളതല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ആയിരിക്കും. ഇനി മൂന്നാമത്തോ, മുകളിലോട്ട് പ്രിൻസിപ്പൽ ആക്സിന് മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവും പ്രിൻസിപ്പൽ ആക്സിന് താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവും. ഇത് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എന്നാലാണ് നമുക്ക് ബാക്കി ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ചോദ്യങ്ങളോടെ പോവാം. ഒന്നാമത്തെ ചോദ്യം എന്താണ് പറയുന്നത് നോക്കൂ, ശ്രദ്ധിക്കുക. ഇൻ ദ ഇമേജ് AB is an object placed on the principal axis of lens L. The image formed by the lens is erect and magnified. ശ്രദ്ധിച്ചോളൂ, ഓരോ വാക്കും ശ്രദ്ധിക്കണം. ഓക്കെ, ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. ഇവിടെ ഉണ്ടാക്കുന്ന ഇമേജ് എന്താണ്? ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. ഓക്കെ, ഐഡന്റിഫൈ ദ ലെൻസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ, ഗീവ് റീസൺ. അതായത് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ലെൻസ് ഏതാണ്, ഉത്തരം സാധൂകരിക്കുക എന്നാണ് പറഞ്ഞത്. ഏതായിരിക്കും ലെൻസ്? നോക്കൂ, ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഉണ്ടാക്കുന്ന ഒരു ലെൻസ് മാത്രമേ ഉള്ളൂ, ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. അഥവാ ഇറക്റ്റുമാണ്, മാഗ്നിഫൈഡ് അഥവാ എൻലാർജ്ഡ് അല്ലേ. ആര് മാത്രമേ ഉണ്ടാക്കുള്ളൂ? കോൺവെക്സ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. കോൺകേവ് ഉണ്ടാക്കുമോ ഇല്ല, ഡിമിനിസ്റ്റ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. സോ ഇതെന്താണ്? ഇത് കോൺവെക്സ് ലെൻസ് ആണ്. അടുത്തത്, ഡ്രോ ദ റേ ഡയഗ്രാം ഫോർ ദ ഇമേജ് ഫോർമേഷൻ. റേ ഡയഗ്രാം ആണ് മക്കളെ. റേ ഡയഗ്രാം നിങ്ങൾ നന്നായിട്ട് തന്നെ വരച്ച് പഠിക്കണം. ഓക്കെ, റേ ഡയഗ്രാം നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾ റേ ഡയഗ്രാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം, എന്നാലേ അത് കൂടുതൽ ക്ലാരിറ്റി കിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം റേ ഡയഗ്രാം എങ്ങനെയാണെന്ന്, ശ്രദ്ധിച്ചോളൂ. അതായത് ഇപ്പോൾ ഇതാണ് നമ്മളുടെ ലെൻസ് എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ലെൻസ് എന്ന് വിചാരിച്ചോളൂ. റേ ഡയഗ്രാം ഒരു ഒന്നാമത്തത് നമ്മൾ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സ് ആയിട്ട് എടുക്കും. അതെങ്ങനെ പോവും? ഫോക്കസിലൂടെ പോവും അല്ലേ. രണ്ടാമത്തോ നമ്മൾ നേരിട്ട് ഫോക്കസിലൂടെ പറഞ്ഞേക്കും. സോ എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഇമേജ് കിട്ടുക അല്ലേ. അവിടെ ആയിരിക്കും ഇമേജ് കിട്ടുക. ഇതാണ് അതിൻ്റെ ഫോക്കസ് ആയിട്ട് വരിക. സോ ഞാൻ റേ ഡയഗ്രാം അധികം സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല, കാരണം റേ ഡയഗ്രാം കുറേ പറയാനുണ്ട്. സോ റേ ഡയഗ്രാം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഈ രൂപത്തിലാണത് വരിക. ഇതിന് നമ്മൾ IM ഇമേജ് അല്ലേ, IM എന്ന് കൊടുക്കും. സോ ഇങ്ങനെയാണ് റേ ഡയഗ്രാം ജസ്റ്റ് വരിക എന്ന് മാത്രം മനസ്സിലാക്കുക. റേ ഡയഗ്രാം കുറേ പറയാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, എന്നാൽ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. Complete the ray diagram and show how the image is formed. Here OB is an object. വീണ്ടും റേ ഡയഗ്രാം ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കോൺകേവ് ലെൻസിൻ്റെ റേ ഡയഗ്രാം ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്. സോ ഇമേജ് എങ്ങനെയാണ് വരുന്നത് ആലോചിച്ച് നോക്കിക്കോളൂ. നമുക്കറിയാം കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് എപ്പോഴും വരിക ഫോക്കസിനും ഒപ്റ്റിക് സെൻറ്ററിനും ഇടയിലാണ്. ചിത്രം ഇങ്ങനെയായിരിക്കും, ഇവിടെ നേരെ. ഇനി ഈ വരുന്ന ലൈറ്റ് റേസ് എന്താ സംഭവിക്കുന്നത്? ഡൈവേർജ് ചെയ്ത് പോവാണ് ചെയ്യുക ഇങ്ങനെ അല്ലേ. ഇനി നമ്മൾ എങ്ങനെയാണത് വരക്കുക? എന്നിട്ട് ബാക്കിലോട്ട് ഒരു എക്സ്റ്റൻഷൻ നമ്മൾ കൊടുക്കും ആണല്ലോ. ബാക്കിലോട്ട് നമ്മൾ ഇങ്ങനെ എക്സ്റ്റൻഷൻ കൊടുക്കും. എങ്ങോട്ടാണ് കൊടുക്കുക? ഈ ഫോക്കസിലോട്ട്.
അല്ലേ? ഇതാണ്. ഇനി അടുത്ത ലൈറ്റർ എങ്ങനെ വരക്കുക? അടുത്ത ലൈറ്റർ നമ്മൾ വരക്കുക ഇവിടെ നിന്ന് ഒപ്റ്റിക് സെൻറ്ററിലോട്ടാണ് വരക്കുക. ഓക്കെ, അപ്പോൾ ഉണ്ടാവുന്നത് ഇയാളില്ലേ, അയാളാണ് അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ ഇതിനുള്ളത്. ഓക്കെ, ശ്രദ്ധിച്ചെന്നെ പഠിക്കുക. വീണ്ടും ഞാൻ പറയാണ്, ഇമേജ് ഫോർമേഷൻ വരയ്ക്കുന്ന സമയത്ത് ആരോ മാർക്ക് ഇട്ടില്ലെങ്കിൽ മാർക്കുകൾ പോവും. ഇമേജ് ഫോർമേഷൻ റേറ്റ് ആയിരിക്കും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരച്ച് പഠിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാണേ. എന്താണ്? Okay, so an object of height 6 cm kept 60 cm away from a lens gave an image on the screen kept 40 cm away from the lens. Calculate the height of the image obtained if the object is 40 cm away from the same lens. അഥവാ 6 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു ലെൻസിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ അകലെ വെച്ചപ്പോൾ ലെൻസിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെയുള്ള സ്ക്രീനിൽ പ്രതിബിംബം ലഭിച്ചു. വസ്തു അതേ ലെൻസിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ വെച്ചാൽ ലഭിക്കുന്ന പ്രതിബിംബത്തിൻ്റെ ഉയരം കണക്കാക്കുക എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചോളൂ, ഈ ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ചോദ്യം തന്ന കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ an object of height 6 cm kept away from a lens gave an image on the screen kept 40 cm away from the lens. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിലൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റൂലേ? ഇതെന്ത് ലെൻസാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ലെൻസ് മനസ്സിലാക്കേണ്ട മുന്നേ ആയിട്ട് ഞാൻ ഈ ചിത്രം ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് വരച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ലെൻസ് ഇവിടെ എങ്ങനെ ആണെന്ന് വിചാരിച്ചോളൂ. അത് ലെൻസായിട്ട് കണക്കാക്കുക. ഏത് ലെൻസാണെന്ന് തൽക്കാലം ഞാൻ പറയുന്നില്ല, ശ്രദ്ധിച്ചോളൂ. ഇനി ആദ്യം തന്നെ പറയണം, ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 6 cm 6 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒബ്ജക്റ്റ് കെപ്റ്റ് 60 സെൻറ്റിമീറ്റർ എവേ ഫ്രം എ ലെൻസ്. ഓക്കെ, 60 സെൻറ്റിമീറ്റർ അകലെ 6 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു വെച്ചു, OB. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. ഇത് 6 സെൻറ്റിമീറ്റർ ആണ് വെച്ചേക്കുന്നത്, 60 സെൻറ്റിമീറ്റർ അകലെയാണ് ലെൻസിൽ നിന്ന്. ഓക്കെ, ഇനി എന്താ പറയണത് നോക്കൂ. Away from the lens, an image on a screen kept 40 cm away. അല്ലെ, from the lens gave an image, ഒരു ഇമേജ് തരുന്നു. On a screen kept 40 cm away from the lens. ഓക്കെ, 40 സെൻറ്റിമീറ്റർ അകലെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്കൊരു 40 സെൻറ്റിമീറ്റർ അകലെയാണ് നമുക്കൊരു ഇമേജ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു ഇമേജ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇമേജ് ആയതുകൊണ്ട് അയ്യ. ഓക്കെ, ഇനി എന്താ പറയണത്? കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഇമേജിൻ്റെ ഹൈറ്റ്, ഈ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഒബ്റ്റെയിൻഡ് ഇഫ് ദ ഒബ്ജക്റ്റ് ഇസ് 40 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ സെയിം ലെൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ ലെൻസിൻ്റെ ഒബ്ജക്റ്റ് 40 സെൻറ്റിമീറ്റർ അകലെയാണെങ്കിൽ ഇമേജിൻ്റെ ഹൈറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, മലയാളം മീഡിയത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 6 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു ലെൻസിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ അകലെ വെച്ചപ്പോൾ ലെൻസിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെയുള്ള സ്ക്രീനിൽ പ്രതിബിംബം ലഭിച്ചു. വസ്തു അതേ ലെൻസിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ വെച്ചാൽ ലഭിക്കുന്ന പ്രതിബിംബത്തിൻ്റെ ഉയരം കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളൊന്ന് എഴുതിയെടുത്താൽ എങ്ങനെയായിരിക്കും നോക്കൂ. ഇവിടെ ഒബ്ജക്റ്റ്, സോ ഒബ്ജക്റ്റിന് ഇങ്ങോട്ടായിട്ട് സെൻറ്റർ. സോ നമ്മൾ അളന്ന് തുടങ്ങേണ്ടത് ഒപ്റ്റിക് സെൻറ്റർ എന്നല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. സോ യു എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം സോ യു മൈനസ് ആണ്. ഇവിടെ വി നമുക്കറിയാലോ, എന്താ വി? 40 സെൻറ്റിമീറ്റർ, അത് പ്ലസ് ആയിരിക്കും. പ്ലസ് ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. പിന്നെ എന്തുണ്ട്? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഉണ്ട്, അത്രയാണ് 6 സെൻറ്റിമീറ്റർ. മുകളിലായതുകൊണ്ട് പോസിറ്റീവ് തന്നെ. ഇനി ചോദിച്ചേക്കണം എന്താണ്? ഒബ്ജക്റ്റ് 40 സെൻറ്റിമീറ്റർ അകലെയാണ് വെച്ചതെങ്കിൽ ഇമേജിൻ്റെ എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? ഹൈറ്റ് കാണാനാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം, ഇമേജ് ഹൈറ്റ് കാണണമെങ്കിൽ എന്ത് വേണം? ആലോചിച്ച് നോക്കൂ. ഇമേജ് ഹൈറ്റുമായിട്ട് ഒറ്റ ഇക്വേഷൻ നമുക്കുള്ളൂ, m=hi/ho എന്ന് പറയുന്ന ഒറ്റ ഇക്വേഷനാണുള്ളത്. ഓക്കെ ആണല്ലോ. സോ HI കാണാൻ നമുക്ക് മാഗ്നിഫിക്കേഷൻ വേണം. സോ മാഗ്നിഫിക്കേഷൻ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ കണ്ടെത്താൻ പറ്റില്ല. കാരണം എന്താ? HI അറിയില്ല, M അറിയില്ല, ഒരാളെ അറിയുള്ളൂ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ അടുത്ത ഇക്വേഷൻ ഉണ്ട്, m=v/u അല്ലേ. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? മാഗ്നിഫിക്കേഷൻ കാണാം. എന്നിട്ട് അത് ഇതിലോട്ട് കൊടുത്താൽ മതി. സോ വിയും യുവും ഇവിടെ ഉണ്ടല്ലോ. സോ അത് വെച്ചിട്ട് ഒന്ന് കണ്ടുനോക്കാം നമുക്ക്. സോ m=v എത്രയാണ്? v 40 ആണ്. ബൈ യു എത്രയാണ്? -60 ആണ്. സോ മാഗ്നിഫിക്കേഷൻ എന്താ വരിക? മൈനസ് ഇത് എത്രയാണ് വരിക? 2/3 വരും അല്ലേ, -2/3 വരും. ഈ മാഗ്നിഫിക്കേഷൻ ഇതിലോട്ട് കൊടുക്കുക. സോ മാഗ്നിഫിക്കേഷൻ =HI/HO അല്ലേ. സോ HI കാണണമെന്നുണ്ടെങ്കിൽ HO ഇങ്ങോട്ട് എടുത്താൽ പോരെ. സോ HI വിൽ ബി m × HO ആണ് വരിക ആണല്ലോ. m എത്രയാണ്? -2/3 ആണ്.
ഇൻറ്റു എച്ച് ഒ എത്രയാണ് അവർ തന്നിട്ടുള്ളത്? എച്ച് ഒ 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? സോ 3ഉം 6ഉം വെട്ടിപ്പോയാൽ ഇവിടെ 2 വരും. 2 ഇൻറ്റു -2 എന്നാണ്, അത് -4 സോ എച്ച് ഐ ഈക്വൽ ടു -4 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് കിട്ടുക. നോക്കൂ, മൈനസ് ആണ്, താഴത്തോട്ടാണ്. കറക്റ്റ് അല്ലേ? സോ താഴത്തോട്ടാണ്. അപ്പോൾ ഇത് എന്ത് ലെൻസാണ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി. എന്ത് ലെൻസാ? ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. എന്നാലേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. കോൺകേവ് ആണെങ്കിൽ ഇറക്റ്റ് ഇമേജ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഓക്കെ ആണോ? സോ ഈ രൂപത്തിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇത്രയല്ലേ ഉള്ളൂ ക്വസ്റ്റ്യൻ. 3 മാർക്കിൻ്റെ ചോദ്യമാണ് അല്ലേ? ഓക്കെ. സോ ഇക്വേഷൻസ് ഒക്കെ മറക്കാതെ ഉപയോഗിക്കണം. ഐ മീൻ സൈൻ മാറിപ്പോയാൽ ആൻസറൊക്കെ തെറ്റിപ്പോവും. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. ദ ഫോളോയിങ് ലെൻസസ് ആർ ഗിവൺ ടു യു. ഓക്കെ. അതെന്താ പറയണത്? Select the suitable lens for the objective and eyepiece to construct a telescope. Justify your answer. അതായത് കുറച്ച് ലെൻസസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ടെലസ്കോപ്പിലെ ഒബ്ജക്റ്റീവ്, ഐപീസ് എന്നിവക്ക് അനുയോജ്യമായ ഇവയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക, ഉത്തരം സാധൂകരിക്കുക എന്നാണ് ചോദ്യം. അതിന് തന്നെ നമുക്കറിയാം ടെലസ്കോപ്പിൽ ഒറ്റ ടൈപ്പ് ലെൻസ് മാത്രമേ ഉള്ളൂ, കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ കോൺവെക്സ് ലെൻസിൽ ഇവിടെ ആരൊക്കെ ഉണ്ട്? കോൺവെക്സ് ലെൻസ് 1, കോൺവെക്സ് ലെൻസ് 2. സോ 2 കോൺവെക്സ് ലെൻസ് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? കോൺവെക്സ് ലെൻസ് 2ഉം നമുക്ക് ആവശ്യമുണ്ട്. കാരണം എന്താ? നമുക്കറിയാം ടെലസ്കോപ്പാണ്. ടെലസ്കോപ്പ് ആകുമ്പോൾ നമുക്ക് 2 ഡിഫറെൻറ്റ് ഫോക്കൽ ലെങ്ത് ഉള്ളത് ആവശ്യമുണ്ട് അല്ലേ? ഒബ്ജക്റ്റിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലും ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവും. നമ്മൾ അവസാനം ഈ ചാപ്റ്റർ അവസാനത്തെ ടോപ്പിക്കായിട്ട് ചിത്രമൊക്കെ വരച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ. സോ 2 കോൺവെക്സ് ലെൻസ് ആണ് നമുക്കിതിൽ ആവശ്യമുള്ളത്. ഇനി അടുത്തെന്താണ്? മൈക്രോസ്കോപ്പാണ് അല്ലേ? എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മാഗ്നിഫൈ ഒബ്ജക്ട്സ്. വേർ മസ്റ്റ് ആൻ ഒബ്ജക്റ്റ് ബി പ്ലേസ്ഡ് വിത്ത് റെഫറൻസ് ടു ദ ഒബ്ജക്റ്റീവ് ലെൻസ്. മൈക്രോസ്കോപ്പിൻ്റെ എവിടെയായിട്ടാണ് നമ്മൾ എന്ത് വെക്കുന്നത്? ഒബ്ജക്റ്റ് വെക്കുന്നത്. നമ്മൾ ആ ചിത്രത്തിൽ പഠിച്ചിട്ടുള്ളതാണ്, ബിറ്റ്വീൻ F and 2F ആണ്. വൈ ഷുഡ് the object not be placed at any of the other given position? വേറെ എവിടെയും വെക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് കറക്റ്റ് ഇമേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്ത് കിട്ടില്ല. മൈക്രോസ്കോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? സോ വേറെ എവിടെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ആ ഒബ്ജക്റ്റ് അത്ര മാഗ്നിഫൈ ചെയ്ത് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ഇവിടെ തന്നെ വെക്കുന്നത്, ബിറ്റ്വീൻ 2F and F വെക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നോക്കൂ, ആൻ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ് പ്രൊഡ്യൂസസ് ആൻ ഇറക്റ്റ് ഇമേജ്. ഇറക്റ്റ് ഇമേജ് ആണ്, മനസ്സിലാക്കിക്കോളാം, കോൺവെക്സ് ആണ്. ഇനി ഹിയർ മാഗ്നിഫിക്കേഷൻ ഇസ് ഹാഫ്. വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് കമ്പയർഡ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ അവർ മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു? മാഗ്നിഫിക്കേഷൻ ഹാഫ് ആണെന്ന് പറഞ്ഞു. എന്താണ് മക്കളെ മാഗ്നിഫിക്കേഷൻ്റെ ഒരു ഫോർമുല ഉണ്ടല്ലോ, HI/HO. സോ HI/HO എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. അതിനർത്ഥം എന്താ? HI ഇമേജ് ഹൈറ്റിൻ്റെ ഇരട്ടിയാണ് ഒബ്ജക്റ്റ് ഹൈറ്റ് എന്നല്ലേ? HI 1 ആണെങ്കിൽ HO 2 അല്ലേ? ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് കമ്പയർഡ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഇമേജിൻ്റെ ഹൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്ര? ഡബിൾ അല്ലേ? 1ൻ്റെ ഇരട്ടിയല്ലേ 2? സോ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഡബിൾ അല്ലേ? സോ ഡബിൾ ആയിരിക്കും. ഡബിൾ എവിടെയാണ്? ഡബിൾ. ഡ്രോ ദ ഇമേജ് ഫോർമേഷൻ ഇൻ ദിസ് കേസ്. ഇമേജ് ഫോർമേഷൻ ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ. സോ അടുത്തത് ദ പവർ ഓഫ് ദ ലെൻസ് അല്ലേ? പവറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആൻഡ് ദ പവർ ഓഫ് ദ ലെൻസ് ഇസ് +2D. D എന്ന് പറഞ്ഞാൽ എന്താണ്? പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ. സോ പവർ തന്നിട്ടുള്ളത് +2D ആണ്. ചോദ്യം എന്താ? ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത്. നമുക്ക് ആ ഒറ്റ ഇക്വേഷൻ അറിയുള്ളൂ, P = 1/F. ഫോക്കൽ ലെങ്ത് കിട്ടണമെങ്കിൽ ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകുക, പവർ ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ ഫോക്കൽ ലെങ്ത് F = 1/പവർ എന്ന് വരും അല്ലേ? സോ ഫോക്കൽ ലെങ്ത് F = 1/P എത്രയാണ്? പവർ തന്നേക്കുന്നത് 2. 1/2. 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലേ? 0.5. ഇത്രയും എന്താണ്? മീറ്റർ ആണ്, സെൻറ്റിമീറ്റർ എന്ന് എഴുതരുത്. കാരണം ഈ ഇക്വേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കുമെന്ന്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ആൻ ഒബ്ജക്ട് പ്ലേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു. കോൺവെക്സ് ലെൻസ്. എന്നിട്ട് കോപ്പി ഡൗൺ ദ റേ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് ടു ഷോ ദ പൊസിഷൻ ഓഫ് ദ ഇമേജ്. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഒബ്റ്റെയിൻഡ് അല്ലേ? രേഖാചിത്രം പൂർത്തീകരിച്ച് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം കണ്ടെത്തുക, ലഭിച്ച പ്രതിബിംബത്തിൻ്റെ സ്വഭാവങ്ങൾ എഴുതുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എങ്ങനെയായിരിക്കും? നമുക്കറിയാം 2 ലൈറ്റ് റേസ് വരക്കണം അല്ലേ? 2 രേഖാചിത്രങ്ങൾ വരക്കണം. ഒന്ന് ഇങ്ങനെ വരുന്നത് നേരെ ഫോക്കസിലൂടെ പോകുന്നതായിട്ടുള്ള ഒരു രേഖാചിത്രം.
അല്ലെങ്കിൽ ഒരു ലൈറ്റ് റേ. രണ്ടാമത്തെ നേരെ ഒപ്റ്റിക് സെൻറ്ററിലോട്ട് വരുന്ന രൂപത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട്ടിമുട്ടുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഇമേജ് കിട്ടുക. സോ ഇമേജ് ഈ രൂപത്തിലായിരിക്കും കിട്ടുക. ഇതാണ് അതിൻ്റെ രേഖാചിത്രം. ഇനി ആരോ മാർക്കുകൾ നിർബന്ധം, വളരെ വളരെ നിർബന്ധം, അല്ലെങ്കിൽ മാർക്ക് പോകും. ഇതാണ് ഇമേജ് IM. ഇനി എന്താ പ്രത്യേകത, എന്താ പറയുക, ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവങ്ങൾ എന്തൊക്കെയാ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവില്ലേ. ഇതെന്താണ്, റൈറ്റ് സൈഡിലാണ്, റിയൽ ആണ്, ഇൻവെർട്ടഡ് ആണ്. സോ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിയൽ ആൻഡ് ഇൻവെർട്ടഡ്. രണ്ടാമത്തത് എന്താണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് ചെറുതാണ്, ഇത് വലുതാണ്. സോ എന്താണ്, മാഗ്നിഫൈഡ് ആണ് അല്ലേ, അല്ലെങ്കിൽ എൻലാർജ്ഡ് ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇത് ഒരു പ്രാവശ്യം SSLCയുടെ ചോദ്യമാണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ പേപ്പർ നേരിട്ട് കട്ട് ചെയ്തെടുത്താണ് നമ്മൾ. ഇനി അടുത്തത്, an object is placed at a distance of 15 centimeter. ഓക്കെ, object is placed at a distance of 15 centimeter ആയിക്കോട്ടെ. പിന്നെ ബാക്കി from a lens of focal length plus 10 centimeter. plus 10 centimeter focal length positive. എന്ത് ലെൻസാ, കോൺവെക്സ് ലെൻസാ. ചോദ്യം എന്താ, which type of lens is used here? focal length positive ആ. സോ എന്ത് ലെൻസാണ്, കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, സോ കോൺവെക്സ് ലെൻസ്. അടുത്തതാണ് കാൽക്കുലേറ്റ് ദ ഇമേജ് ഡിസ്റ്റൻസ് ആ ചോദ്യം. അപ്പോൾ തന്ന കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലേ. സോ തന്ന ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിരിക്കുകയാണ്. and then object is placed at a distance of 15 centimeter from the lens. So u എന്ന് പറഞ്ഞാൽ 15 centimeter ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, u ആണ്. സോ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻസിഡന്റ് റേന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അളക്കുക. സോ മൈനസ് ആയിരിക്കും കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം. സോ u കിട്ടി. പിന്നെ എന്താണ്, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ പോസിറ്റീവ് ഇടുന്നില്ല. ഓക്കെ, 10 centimeter. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇമേജ് ഡിസ്റ്റൻസ് അല്ലേ, കാൽക്കുലേറ്റ് ദ ഇമേജ് ഡിസ്റ്റൻസ് അല്ലേ. ഇവിടെ ഏത് തരം ലെൻസാണ്, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം കണക്കാക്കുക അല്ലേ. സോ v ആണ്. നമുക്ക് എങ്ങനെ v കിട്ടാനുള്ള ഇക്വേഷൻ എന്താ, UF/U+F. ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആണല്ലോ. എന്നാൽ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാലോ, ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ പരമാവധി തെറ്റൂല. ഓക്കെ, -15 ഇൻറ്റു ഫോക്കൽ ലെങ്ത് 10 ആണ്, ഡിവൈഡഡ് ബൈ -15 പ്ലസ് 10 ആണ് അല്ലേ. ഇതാണ് വരിക. ഇനി ഇത് ചെയ്താൽ മതി. v ഈസ് ഈക്വൽ ടു -15 ഇൻറ്റു 10 എത്രയാണ്, അത് -150 ആണ്, ഡിവൈഡഡ് ബൈ -15 പ്ലസ് 10 അത് എത്രയാടാ, -5 ആണ്. മൈനസും കട്ടായി പോയി. v ഈക്വൽ ടു 150/5 വരും. അത് എത്രയാടാ, 30 അല്ലേ. സോ v ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. ഓക്കെ, യൂണിറ്റ് ഇടണം, സെൻറ്റിമീറ്ററിന് യൂണിറ്റ് ഇടണം, അല്ലെങ്കിൽ തെറ്റിപ്പോ. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ ഉണ്ടോ, വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദ ഇമേജ്. എന്താണ് നേച്ചർ ഓഫ് ദ ഇമേജ്, ആലോചിച്ച് നോക്കൂ. v ഈക്വൽ ടു 30 സെൻറ്റിമീറ്ററാണ്. സോ നേച്ചർ ഓഫ് ദ ഇമേജ് എന്താണ്, നമുക്ക് ഓൾറെഡി അറിയാം, റിയൽ ആൻഡ് ഇൻവെർട്ടഡ് ആണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം എന്താണ്, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഇനി അടുത്ത ചോദ്യം എന്താ, അടുത്ത ചോദ്യം പറയണത്, an image IM is obtained when an object is placed in front of a convex lens depicted. If PQ is a lens given figure, what type of lens is PQ? ചിത്രത്തിൽ PQ ഒരു ലെൻസ് ആണെങ്കിൽ ഇത് ഏത് തരം ലെൻസ് ആണ് അല്ലെ, ഏത് തരമാണ് എന്നാണ് ചോദ്യം. ഏത് തരമായിരിക്കും, നമ്മൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ മാത്രമേ ഇൻവേർട്ടഡ് തലകീയായിട്ടുള്ള പ്രതിബിംബം ഉണ്ടാക്കുള്ളൂ. സോ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, അടുത്തത് കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം ആൻഡ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം എവിടെയാണ് എന്നൊക്കെ ഞാൻ ഓൾറെഡി ഈ റേ ഡയഗ്രാം വരച്ചതാണ്. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരക്കാനുള്ളേ ഉള്ളൂ. 2F-നും F-നും ഇടയിലായിരിക്കും. നേരെ വരുന്നു, ഫോക്കസിലൂടെ പോകുന്നു അല്ലേ, ഇവിടെ കിട്ടും. അടുത്തത് നേരെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ തന്നെ നിങ്ങൾക്ക് കൂട്ടിമുട്ടും. ഓക്കെ, ഈ രൂപത്തിലാണ് റേ ഡയഗ്രാം വരിക. ഇതാണ് ഒബ്ജക്റ്റ് OB, ഇതാണ് ഇമേജ് IM. ആരോ മാർക്ക് നിർബന്ധം. ഓക്കെ, ഇനി എന്താണ് ചോദിച്ചേക്കുന്നത്, ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇസ് ഡാഷ് ദാൻ ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ഇമേജിനേക്കാൾ എന്താണ്, കുറവല്ലേ. സോ ലെസ്സർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഐറ്റംസ് ഇൻ ദ കോളം A, B and C അപ്രോപ്രിയേറ്റ്ലി. ചോദ്യം മാഗ്നിഫിക്കേഷൻ. ഇത് മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഏതാണുള്ളത്, അല്ലെങ്കിൽ ആവർത്തനവുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ HI/HO. സോ മാഗ്നിഫിക്കേഷൻ A എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. സോ ഇത് ഞാൻ 1 എന്ന് കൊടുത്താൽ ഇതും 1 ആണ്. ഇപ്പുറത്തോ ഇത് മാഗ്നിഫിക്കേഷൻ്റെ തന്നെയാണ്. സോ ഇതും 1 ആണ്. അടുത്തത് പവർ ഓഫ് ലെൻസ്. ഇത് ഞാൻ 2 എന്ന് കൊടുത്താൽ പവർ എവിടെയുള്ളത്, ഇൻവെർട്ടഡ് 1/f അതിൻ്റെ ഇക്വേഷൻ ആണ്. അടുത്തത് ഡയോപ്റ്റർ അതിൻ്റെ യൂണിറ്റ് ആണ്. ഇതും 2 ആണ്.
റിയൽ ഇമേജിന് ഇത് ഞാൻ 3 എന്ന് കൊടുത്താൽ റിയൽ ആയാൽ എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. സോ ഇതും 3 ആണ്. അപ്പോൾ എന്താണ് ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ HI എന്താ ഹൈറ്റ് ഓഫ് ഇമേജ് താഴോട്ടാണ്. സോ HI നെഗറ്റീവ് ആണ്. ഓക്കെ, ഈ രൂപത്തിലാണ് ഇത് ഉണ്ടാവുക. മാച്ച് ചെയ്യാതിരിക്കുക. ഓക്കെ, മാച്ച് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ലെറ്റസ്റ്റ് എസ്എസിലെ ഒരു ചോദ്യമാണ് ഏത് ഈ മാച്ച് ദ ഫോളോയിങ്. ഇനി ഇത് ശ്രദ്ധിക്കുക. അടുത്തത് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിച്ചോളൂ. ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഇസ് 20 centimeter. Okay, an object of height 3 centimeters located at a distance of 60 centimeter from its optic center on the optic axis. Calculate the height of the image എന്നാണ് ചോദ്യം. അഥവാ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും പ്രകാശിക അക്ഷത്തിൽ 60 സെൻറ്റിമീറ്റർ അകലെ 3 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നു. പ്രതിബിംബത്തിൻ്റെ ഉയരം കണക്കാക്കുക. തന്നെടുത്ത് എഴുതാം നമുക്ക് ആദ്യം അല്ലേ. തന്നെടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്തൊക്കെ തന്നേക്കണേ? ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ. സോ F ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. അടുത്തത് ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ്. ഒബ്ജക്റ്റ് ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ, HO എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. മുകളിലോട്ടായിരിക്കും ഒബ്ജക്റ്റ്, സോ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ലൊക്കേറ്റഡ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 3 centimeters ലൊക്കേറ്റഡ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 60 centimeters. സോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, അത് U ആണ് അല്ലേ. U മൈനസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. എത്ര? -60 centimeter. ഓക്കെ, -60 centimeter. ഇനി കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് HI കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. HI എങ്ങനെ കാണാം? ഞാൻ പറഞ്ഞു HI കാണണമെങ്കിൽ നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ വേണം. M ഈക്വൽ ടു HI/HO. ഇതിൽ നിങ്ങൾക്ക് HO അറിയോ? HO അറിയാം. M അറിയോ? M അറിയില്ല. അപ്പോൾ ആദ്യം എന്ത് വേണം? M കണ്ടെത്തണം. M എങ്ങനെ കണ്ടെത്തും? വേറൊരു ഇക്വേഷൻ ഉണ്ട്, V/U. Vയും Uവും അറിയോ? U അറിയാം, V അറിയില്ല. സോ ആദ്യം എന്ത് കണ്ടെത്തണം? V കണ്ടെത്തണം. V കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? V ഈക്വൽ ടു UF/U പ്ലസ് F ആണ് അല്ലേ. U എത്രയാണ്? U -60 ആണ്. ഇൻറ്റു F എത്രയാണ്? 20 ആണ് അല്ലേ. ഡിവൈഡ് ബൈ -60 പ്ലസ് 20 ചെയ്യുന്ന സമയത്ത് -60 × 20 6 × 2 12 ആണ്. മൈനസ് വരും, 2 0 ഉണ്ടാവും. സോ -1200 ഡിവൈഡ് ബൈ -60 പ്ലസ് 20 അത് -40 ആണ് വരിക അല്ലേ. സോ മൈനസും പോസിറ്റീവായി, 0 0 വെട്ടിപ്പോയി, 4ഉം 12ഉം വെട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താ വരിക? 3 വരും. അതായത് 12ൽ 4 3 പ്രാവശ്യമാണെങ്കിൽ 120ൽ 4 30 പ്രാവശ്യമാവും. സോ V = 30 സെൻറ്റിമീറ്റർ എന്നാണ് വരിക. ഇനി ഈ V കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തിൽ കൊടുക്കാൻ പറ്റും? ഇതിൽ കൊടുത്ത് മാഗ്നിഫിക്കേഷൻ കിട്ടും അല്ലേ. സോ ഞാൻ അതിലോട്ട് കൊടുക്കാൻ പോവാണ്. സോ M ഈക്വൽ ടു V ആയിട്ടുള്ള 30 അല്ലെങ്കിൽ V/U വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. ഓക്കെ, M ഈക്വൽ ടു V/U. V 30 ആണ്. U എന്ന് പറഞ്ഞാൽ എത്രയാണ്? U എത്രയുടെ മക്കളെ തന്നിട്ടില്ലേ? -60 ആണ്. സോ ഇത് ചെയ്യുന്ന സമയത്ത് എന്തായാലും മൈനസ് വരും, കാരണം ഡിനോമിനേറ്ററിൽ മൈനസ് ഉണ്ട്. 30/60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ ഇതാണ് മാഗ്നിഫിക്കേഷൻ. ഈ മാഗ്നിഫിക്കേഷൻ കിട്ടി. HO കയ്യിലുണ്ട്. HI സിമ്പിളായിട്ട് കിട്ടും. എങ്ങനെ? M ഈക്വൽ ടു HI/HO ആണ്. HI കിട്ടാൻ വേണ്ടിയിട്ട് HOനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. HI ഈക്വൽ ടു M × HO ആണ് അല്ലേ. സോ ചെയ്യാൻ വേണ്ടിയിട്ട് HI ഇസ് ഈക്വൽ ടു M എത്രയാടാ? -1/2 ഇൻറ്റു HO എത്രയാണ്? അവർ തന്നെ 3 സെൻറ്റിമീറ്റർ. സോ നമുക്ക് HI എത്ര കിട്ടും? HI എന്ന് പറഞ്ഞാൽ -3/2. 3ൻ്റെ പകുതി എത്രയാടാ? അത് 1.5 അല്ലേ. സോ HI വിൽ ബി ഈക്വൽ ടു -1.5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഓക്കെ, കുറേ ചെയ്യാനുണ്ടാവും, എന്നാലും നിങ്ങൾ ആലോചിച്ച് ഇക്വേഷനൊക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് എന്താ പറയുന്നത്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജാ? നിങ്ങൾക്ക് കാണാൻ പറ്റും. HO എന്താ? 3 സെൻറ്റിമീറ്റർ. HI എന്താ? 1.5 സെൻറ്റിമീറ്റർ. സോ അപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ഒബ്ജക്റ്റിനേക്കാൾ ചെറുതാണ് ഇമേജ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിമിനിഷ്ഡ് ആണെന്ന് പറയാം അല്ലേ. ഡിമിനിഷ്ഡ് ആണെന്ന് പറയാം. പിന്നെ ഇവിടെ മൈനസ് അല്ലേ വന്നിട്ടുള്ളത് ഇമേജിൻ്റെ ഹൈറ്റ്. സോ താഴോട്ടാണ്. താഴോട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെർട്ടഡ് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താവും? റിയൽ ആവും. സോ റിയൽ ആൻഡ് ഇൻവെർട്ടഡ്. ഓക്കെ, ഇങ്ങനെ പറയാം. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ശ്രദ്ധിച്ചെന്നെ ചെയ്ത് നോക്കാം കേട്ടോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലേ. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മളിപ്പോൾ ഈ വീഡിയോയുടെ കവർ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. താങ്ക് യു.